സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. സെമിനാരിയിലെ പഠനകാലത്തും സംഗീത സാധന ഒഴിവാക്കിയിരുന്നില്ല. അതുകൊണ്ടാവാം വൈദികനാവുന്നതിനു മുൻപ് തന്നെ ചില അംഗീകാരങ്ങൾ ഈ വൈദികാർത്ഥിയെ തേടി വന്നത്. ഫിലോസഫി പഠിക്കുന്ന കാലത്ത് ഡൊമിനിക് അച്ഛൻ എന്ന് പറയുന്ന റെക്ടർ അച്ഛനൊക്കെ സ്പാനിഷ്കാരനാണ്. ഇന്ത്യൻ മ്യൂസിക് വലിയ ഇഷ്ടമുള്ള ആളാണ്. ആ വർഷം തന്നെ എന്നെ ഫിലോസഫിയിലും തിയോളജിയിലും സംഗീതം പഠിപ്പിക്കാനായിട്ട് നിയമിച്ചു. പ്രകൃതി രമണീയവും തേയിലത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധവുമായ റിപ്പൺ ഇടവക പ്രദേശത്തേക്ക് 1981 കാലത്താണ് വിജയനച്ഛൻ കടന്നു വരുന്നത്. സംഗീത സാധനയ്ക്കൊപ്പം ഇടവക കൂട്ടായ്മയെ കെട്ടിപ്പടുക്കുന്നതിലും വിജയനച്ഛൻ ഒരു മാതൃക തന്നെയായിരുന്നു. ഈ പള്ളി പണി ആരംഭിച്ചത് ജോർജ് മൈലാടച്ചൻ്റെ കാലത്താണ്. അച്ഛൻ ഒരു നിലയുടെ പണി പൂർത്തിയാക്കി വെച്ചു. തുടർന്ന് വന്ന അബ്രാഹം മൂക്കനിലച്ഛൻ 2 മാസങ്ങൾക്കകം മരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട വിജയൻ ചോഴമ്പലച്ചൻ ഇവിടെ വികാരിയായിട്ട് വരുന്നത്. അച്ഛൻ്റെ അശ്രാന്ത പരിശ്രമവും അതുപോലെ തന്നെയുള്ള ഇടവക ജനങ്ങളുമായിട്ടുള്ള ഇടപഴകലുമൊക്കെയായിട്ട് ഈ പള്ളി ഇത്രയും മനോഹരമായിട്ട് ഇതിന് രൂപവും ഭാവവും ഒക്കെ നൽകിയത് അച്ഛൻ തന്നെയാണ്. ഇന്നത്തെ ഈ അവസ്ഥയിലെത്തിച്ചതിന് പിന്നിൽ അച്ഛൻ്റെ ഒത്തിരിയേറെ പ്രയത്നഫലമുണ്ട് എന്ന് എനിക്ക് പറയാൻ സന്തോഷമേ ഉള്ളൂ. അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങൾ വളരെ പാവപ്പെട്ടവരായിരുന്നു. 81-85 കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവരും സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയായിരുന്നു. അച്ഛൻ എല്ലാ ഇടവുകളിൽ കയറിയിറങ്ങുകയും അച്ഛൻ്റെ പ്രയത്നഫലമായിട്ട് ഇന്ന് ഈ നിലയിലെത്തിക്കുകയും ചെയ്തു. ഏതാണ്ട് 160ഓളം ഇടവക്കാരുണ്ടെങ്കിലും പള്ളിയുടെ സമീപ പ്രദേശങ്ങളിൽ ഇടവക്കാരുടെ എണ്ണം വളരെ പരിമിതമാണ്. 6, 7, 8 കിലോമീറ്ററൊക്കെ ദൂരെ നിന്നാണ് ജനങ്ങളിവിടെ കുർബാനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും
അതേ അവസ്ഥ തന്നെയാണുള്ളത്. പള്ളിയുടെ അടുത്ത പ്രദേശങ്ങൾ മുഴുവനും ചായത്തോട്ടമായതുകൊണ്ട് ചെറുകിട കൃഷിക്കാരോ കത്തോലിക്കരായിട്ടുള്ള മറ്റു കുടുംബങ്ങളോ ഇവിടെ വളരെ വിരളമാണ്. അച്ഛൻ്റെ ദീർഘവീക്ഷണവും അശ്രാന്തമായ പരിശ്രമം മൂലമായിട്ട് ആണ് ഈ പള്ളി ഇവിടെ പണിതുയർത്താൻ കഴിഞ്ഞത്. ആയിരത്തി 1985 മാർച്ച് മാസം 16-ാം തീയതിയാണ് ഈ പള്ളിയുടെ വെഞ്ചരിപ്പ്. അന്ന് മാനന്തവാടി രൂപതയുടെ അഭിവന്ന പിതാവ് മാർ ജേക്കബ് തൂങ്കുഴി നിർവഹിക്കാനിടയായി. അതിനുശേഷം ഒരു വർഷം കൂടി അച്ഛനിവിടെ സേവനം ചെയ്തിരുന്നു. 1986 മെയ് മാസത്തിൽ അച്ഛനിവിടെ നിന്ന് കടൽമാട് സെൻറ്റ് മേരീസ് പള്ളിയിലേക്ക് ട്രാൻസ്ഫറായി ഇവിടുന്ന് പോവുകയും ചെയ്തു. ഈ കാലഘട്ടത്തിനിടയ്ക്ക് ഇടവയുടെ എല്ലാവിധമായ പുരോഗതിക്കും മതപഠന രംഗത്തും മറ്റ് കുടുംബങ്ങളുടെ ആധ്യാത്മിക വളർച്ചയിലും സാമ്പത്തിക കാര്യത്തിലുമൊക്കെ അച്ഛൻ നിതാന്ത പരിശ്രമം പുലർത്തിയിരുന്നു. അച്ഛൻ മറ്റ് വൈദികരെ വ്യത്യസ്തമായി വിശുദ്ധ കുർബാനയിടയ്ക്ക് ഓർഗൺ ഉപയോഗിച്ചുകൊണ്ട് കുർബാന കൂടുതൽ സജീവമാക്കുന്നതിന് വേണ്ടി ഇവിടെ പരിശ്രമിക്കുകയും ജനങ്ങളെ അതിലേക്ക് താല്പര്യപൂർവ്വം പങ്കെടുക്കുന്നതിനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്ത ഒരു പ്രത്യേക വേറിട്ട ഒരു അനുഭവമാണ് ഇടവക്കാർക്ക് അന്നുണ്ടായിരുന്നത്. കർണാടക സംഗീതത്തിൽ അച്ഛന് വളരെയധികം അഭിരുചി ഉണ്ടായി. ഈ പള്ളിപ്പണിക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായ സ്രോതസ്സ് കണ്ടെത്തുന്നതിന് അച്ഛൻ്റെ നേതൃത്വത്തിൽ തന്നെ പ്രത്യേക ഗാനമേള സംഘടിപ്പിക്കുകയും ടിക്കറ്റ് വെച്ച് നടത്തി അതിൽ നിന്ന് കിട്ടിയ വരുമാനവും ഈ പള്ളിയുടെ നിർമ്മാണ ഫണ്ടിലേക്ക് ഉപയോഗിക്കുന്നതിന് അച്ഛൻ ഉപയോഗിക്കുകയുണ്ടായി. മുടങ്ങിക്കിടന്ന പള്ളിപ്പണി പൂർത്തീകരിക്കുക എന്ന ദൗത്യമാണ് ഇവിടെ അച്ഛനെ കാത്തിരുന്നത്. എന്നാൽ ഏറെ സന്തോഷത്തോടെയാണ് അച്ഛൻ ആ ദൗത്യം ഏറ്റെടുത്തത്. ഇടവകയിലെ മുഴുവൻ ജനങ്ങളുടെയും സജീവ പങ്കാളിത്തം ഇക്കാര്യത്തിൽ അച്ഛനോടൊപ്പമുണ്ടായിരുന്നു. അങ്ങനെ സുന്ദരമായ ഒരു ദേവാലയം റിപ്പണിൽ പൂർത്തീകരിച്ചു. ഞങ്ങളുടെ റിപ്പൺ പള്ളി ഇടവകയിൽ 5-6 വർഷം സേവനം അനുഷ്ഠിച്ച ഒരു അച്ഛനാണ് ഫാദർ വിജയൻ. അദ്ദേഹം അക്കാലഘട്ടങ്ങളിലെ കാട്ടുമൃഗങ്ങളും അട്ടപ്പുഴും ഉള്ള കാലത്ത് കടൽപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ബലിയർപ്പിക്കുകയും അതുപോലെ ചിത്രഗിരി പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ബലിയർപ്പിക്കുകയും മറ്റും ചെയ്തിട്ടുള്ള ഒരു ബഹുമാനപ്പെട്ട അച്ഛനാണ്. പിന്നെ ഈ ഇടവകയിൽ ജാതി മത ഭേദമന്യേ എല്ലാവരോടും വളരെ സഹകരിച്ച് ആത്മീയമായ കാര്യത്തിലും ശാരീരികമായ കാര്യത്തിലും എല്ലാവർക്കും നല്ല ഉപദേശവും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഈ ഇടവകക്കാരോട് അത്ര സ്നേഹനിർഭരമായ രീതിയിൽ ജീവിച്ച ഒരച്ഛനാണ് ഫാദർ വിജയൻ. ബഹുമാനപ്പെട്ട വിജയനച്ഛൻ ഇവിടെ വികാരിയായിട്ട് ചാർജ് എടുത്തത് മുതൽ അച്ഛൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും സഹകരിച്ച് പ്രവർത്തിച്ചു പോന്നിരുന്ന ഒരാളാണ്. അച്ഛൻ്റെ ആ കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ കണക്കനായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് ഇരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ്റെ കൂടെ കൊയറിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ സൗഹൃദം ഇന്നും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണ്. അച്ഛനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ പള്ളിയുടെ നിർമ്മാണ ഘട്ടത്തിൽ ഒത്തിരി ത്യാഗം സഹിച്ച ഒരു വ്യക്തിയാണ്. പള്ളിയുടെ ഇന്നിരുന്ന അത്രയും ഇടവക്കാരൊന്നും ഇല്ലാത്തൊരു സന്ദർഭത്തിൽ അച്ഛൻ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടുന്ന സാമ്പത്തിക സഹായവും മറ്റുള്ള കാര്യങ്ങളെല്ലാം സ്വരുക്കൂട്ടുന്നതിനായിട്ട് ഒത്തിരി അധികം ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരാളാണ്. അതുപോലെ തന്നെ ഈ ഇടവക കൂടാതെ അടുത്തൊരു ഇടവകയായ കടൽമാട്
പള്ളിയുടെയും ചാർജ് അച്ഛനുണ്ടായിരുന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം ദൂരെയായിരുന്നു കടൽമാട് ഇടവക. ഇന്നത്തെ മാതിരി യാത്രാ സൗകര്യങ്ങളും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒത്തിരി ത്യാഗം സഹിച്ചിട്ട് അച്ഛൻ ആ പള്ളിയുടെയും കൂടി ചാർജ് വഹിച്ചുകൊണ്ടാണ് റിപ്പൺ ഇടവകയ്ക്ക് സേവനം ചെയ്തുകൊണ്ടിരുന്നത്. സംഗീതപരമായിട്ട് പറയുകയാണെങ്കിൽ അച്ഛൻ കർണാടക സംഗീതത്തിൽ ഒത്തിരിയധികം അഗാധ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ്. അച്ഛൻ്റെ ആ കാലഘട്ടത്തിൽ ഇവിടെ എനിക്ക് ഒത്തിരി ഏറെ ഗുണങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പള്ളിയിൽ കൊയറിൽ തബല വായിച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ ആ കാലഘട്ടത്തിലാണ് എനിക്ക് ഹാർമോണിയം പഠിക്കുവാനൊക്കെ ആയിട്ട് കൂടുതൽ സൗകര്യങ്ങളും എല്ലാം അച്ഛൻ ചെയ്തു തന്നതും എന്നെ പഠിപ്പിച്ചിരുന്നതും. എൻ്റെ വീട് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൂടെ വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും ഞാനിവിടെ കൂടുമായിരുന്നു. എൻ്റെ കൂട്ടത്തിൽ അന്നത്തെ കാലത്ത് മേപ്പാടി സ്റ്റേഷനിലുണ്ടായിരുന്ന ഒരു ഹരിദാസ് എന്ന് പറഞ്ഞ ഒരു ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇവിടെ വൈകുന്നേരം വരികയും നല്ലൊരു തബലിസ്റ്റായിരുന്നു പുള്ളി. അപ്പോൾ അച്ഛനും ഞാനും ഈ പറഞ്ഞ ഹരിദാസ് എന്ന് പറഞ്ഞ വ്യക്തിയും കൂടി ഇവിടെ വൈകുന്നേരങ്ങളിൽ മിക്കവാറും ദിവസം ഞങ്ങൾ ഒന്നിച്ചു കൂടുകയും സംഗീത പരിപാടികളെല്ലാം നടത്തി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങൾ കഴിഞ്ഞു പോന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൻ്റെ ഓർമ്മ ഇന്നും അച്ഛൻ്റെ കൂട്ടത്തിൽ നടക്കുമ്പോൾ ഇപ്പോഴും ആ സൗഹൃദം ഞങ്ങൾ കാത്തു സൂക്ഷിക്കാറുണ്ട്. തനിക്കറിവുള്ള സംഗീത പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ ഈ വൈദികൻ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. അച്ഛൻ്റെ ശിഷ്യസമ്പത്ത് അതിന് ഉത്തമ ഉദാഹരണമാണ്. ആദ്യമായിട്ട് അച്ഛൻ ഞങ്ങളുടെ പള്ളിയിൽ വന്നപ്പോൾ അച്ഛൻ്റെ പാട്ടൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു പാട്ട് കുടുംബമാണ്. എൻ്റെ ചാച്ചൻ നന്നായി പാടുമായിരുന്നു, അത്യാവശ്യം വയലിൻ വായിക്കുമായിരുന്നു. അങ്ങനെ ഒരു ബേസ് ഉള്ളതുകൊണ്ട് അച്ഛനത് കേട്ടപ്പോൾ അച്ഛനും മനസ്സിലായിട്ടുണ്ട്. കണ്ടപ്പം അച്ഛനും മനസ്സിലായി ഞങ്ങളിൽ എന്തോ ഒരു പാട്ടുണ്ട്, ഇവരെല്ലാവരും സ്വരു കൂട്ടിയാൽ പള്ളിയിൽ കൊയറിൽ കൂട്ടാം. അവൻ അതുപോലെ അച്ഛൻ അൾത്താരയിൽ ഹാർമോണിയം വെച്ച് വായിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. കാരണം ഞങ്ങളുടെ അപ്പൻ ഹാർമോണിയമൊക്കെ ഞങ്ങളെല്ലാം ബേസ് കുറച്ച് പഠിപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ ഞങ്ങളെല്ലാവരെയും വിളിച്ചിരുത്തി പാടിച്ച് ഞങ്ങളിലുള്ള പാട്ടിൻ്റെ കഴിവൊക്കെ മനസ്സിലാക്കി. അച്ഛനാണ് എന്നിലൊരു പാട്ടുണ്ട് എന്നുള്ളത് അച്ഛനാണ് എനിക്ക് മനസ്സിലാക്കി തന്നത്. യേശുദേവ ശ്രീപാദം കൈവണങ്ങിടാം, രാജരാജ നിൻമുഖം തെളിഞ്ഞു കാണണം. യേശുദേവ ശ്രീപാദം കൈവണങ്ങിടാം. പിന്നെ അച്ഛൻ വന്നതിന് ശേഷം ഞങ്ങൾ ക്ലാസ്സിക്കൽ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഒന്നിച്ചെല്ലാവരെയും പള്ളിയിലുള്ള കുറേ പിള്ളേരെ സംഘടിപ്പിച്ച് പാടി. അതിൽ നന്നായി പാടുന്ന അത്യാവശ്യം പാടാൻ കഴിവുള്ളവരെ വിളിച്ചിരുത്തി അച്ഛൻ ഒരു ഫീസോ അങ്ങനെയുള്ള ഒരു കാര്യവും മേടിക്കാതെ എല്ലാവരെയും വിളിച്ചിരുത്തി അവരിലുള്ള കഴിവ് പുറത്തെടുത്ത് അവരെ പാടിച്ച് അങ്ങനെയുള്ള ഏതാനും ചിലരിൽ പെട്ടവരാണ് ഞാനെന്ന് പറയാം. അച്ഛൻ്റെ ഗാനമേളകൾ ഞങ്ങൾ പള്ളികളിൽ ഗാനമേളകൾ നടത്താറുണ്ട്. ആ സമയത്ത് അച്ഛൻ്റെ കൂടെ ഫീമെയിലായിട്ട് പാടിക്കൊണ്ടിരുന്നത് ഞാനാണ്. ക്ലാസിക്കലും ഉണ്ടായിരുന്നു, അതുപോലെ ഫീമെയിലായിട്ടെല്ലാം ഞാനാണ് കൂടെ പാടിക്കൊണ്ടിരുന്നത്. അത് വലുതായ ഒരു ഓർമ്മയാണ്, ഒരിക്കലും അത് മറക്കാൻ പറ്റിയല്ല. ഇന്നും അച്ഛനെ ഞങ്ങൾ എന്നും ഒരു ദിവസം പോലും ഓർക്കാതിരിക്കുന്ന ദിവസമില്ല.
നീ കുബരായ കേളുനയ്യ നീ ചരിതമു പൊഗടലേമിന ചിന്തതീർച്ചി വരമുലേർച്ചി വേഗമേ നീ ചരിതമു പൊഗടലേമിന ചിന്തതീർച്ചി വരമുലേർച്ചി വേഗമേ സാനിധ പദനി സനി ധ പമ പദമ ഗമ പദ നി സനിധ പമ നിധ പമ ഗമ പദമ ഗരി സമ ഗമ പദമ പദനി സരി നി സദാ ധനി പദ മ പദനി സനിധ പമ ഗമ ധനി പദ മാ പദ നി സമ ഗരി സരി സാനി ധപ സാനി ധപ മഗ മ പദ നി സനി ധ പദ നി സനി നി ധ ധ പ മ. അൽമായർക്കൊപ്പം സഭയിലെ സന്യാസിനികളും വൈദികരും മേലധ്യക്ഷന്മാരും ഉൾപ്പെടുന്ന വിപുലമായ ഒരു ശിഷ്യ സമ്പത്തിനുടമയാണ് വിജയനച്ചൻ. വിജയനച്ചനുമായിട്ട് എനിക്കുള്ള പരിചയം 1981 ആഗസ്റ്റ് മാസത്തിലാണ് അച്ഛൻ ഈ ഇടവയിൽ വന്നത്. അത് കഴിഞ്ഞ് ആ വർഷം തന്നെ ഒക്ടോബർ മാസത്തിൽ ഞാനും എത്തി. ഞാൻ 16 വർഷം ഇറ്റലിയിൽ ജീവിച്ച ശേഷം വന്നതുകൊണ്ട് മലയാളമായിട്ട് നല്ല പൊരുത്തമൊന്നും ഇല്ലായിരുന്നു. അച്ഛനാണ് വാസ്തവത്തിൽ മലയാളം സ്ഫുടമായി വായിക്കാനും പ്രാർത്ഥന പഠിപ്പിക്കാനൊക്കെ ഞങ്ങളെ സഹായിച്ചത്. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ വലിയ കൊയറൊന്നും ഇല്ലായിരുന്നതിനാൽ അക്കാലത്ത് ഉണ്ടായിരുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഞാനും കൊയറിൽ ചേർന്ന് അങ്ങനെ അച്ഛൻ അടിസ്ഥാനപരമായിട്ട് മ്യൂസിക് കുറേ പഠിപ്പിച്ചു തന്നു. അങ്ങനെ ഞാൻ ഹാർമോണിയം കുറച്ചൊക്കെ വായിക്കാൻ പഠിച്ചു തന്നു അച്ഛൻ്റെ കൂട്ടത്തിൽ. പിന്നെ ഞാൻ 2 വർഷം പഠിച്ചു, പാട്ടും പാടുമായിരുന്നു. അച്ഛന് ഒത്തിരി പാട്ടുകൾ അപ്പം ഒരു പെൺകുട്ടിയാണ് നാട്ടുകൂടെ ഇടവ പാടുന്നത്. അപ്പോൾ പള്ളികളിലൊക്കെ പാടാൻ പോകുമ്പം ആ കുട്ടി ഉള്ളതുകൊണ്ട് ഞാനും കൂട്ടത്തിൽ പോയായിരുന്നു. പിന്നെ അച്ഛൻ പാട്ടൊക്കെ പാടുമ്പോൾ താളം അടിച്ച് ഞങ്ങളും കൂട്ടത്തിൽ ഇങ്ങനെ പാടുമായിരുന്നു. അങ്ങനെ പല പാട്ടുകളും നല്ല ഓർമ്മയിലുണ്ട്. നിന്നെ കാണാൻ അലയുന്നു കണ്ണുകൾ, നിന്നെ തേടി വിതുമ്പുന്നു ചുണ്ടുകൾ, അമ്മേ അമ്മേ വരികയില്ലേ പാരിൻ അമ്മേ വരികയില്ലേ. അപ്പോൾ അങ്ങനെ എല്ലാം ഗാന ശുശ്രൂഷയിലും ആരാധനാക്രമത്തിലും ജനങ്ങളുമായിട്ട് പിന്നെ ഒത്തിരി പേരെ സൗഖ്യപ്പെടുത്തുന്ന പ്രാർത്ഥന ഉപവാസം കൊണ്ട് അച്ഛൻ ഒത്തിരി പേരെ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയതായിട്ട് എൻ്റെ ഓർമ്മയിൽ കെട്ടിക്കിടക്കുന്നത്. അച്ഛൻ വന്ന ഉടനെ അച്ഛൻ ഇരുന്ന ഇടവക പുതുശ്ശേരിക്കടവോ അങ്ങനെ ഇവിടെ ഒരു പള്ളിയില്ല. അപ്പോൾ അവിടെ നിന്നൊരു അക്രൈസ്തവയായ പെൺകുട്ടിയെ പറ്റി പ്രാർത്ഥിപ്പിക്കാൻ കൊണ്ടുവന്നു. അതാണ് എൻ്റെ മനസ്സിൽ ആദ്യം ഈ പ്രാർത്ഥനയെ പറ്റിയുള്ളത്. എന്നിട്ട് അച്ഛന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് എന്നിട്ട് ആ കുട്ടിയെ എന്തോ അച്ഛന് പ്രത്യേകം ഒരു പ്രാർത്ഥനയില്ല, എനിക്ക് തോന്നുന്നു അച്ഛൻ അതിനെ നിലത്ത് വീഴോ കാറുകയോ ഒക്കെ ചെയ്ത് സുഖപ്പെടുത്തി തന്നെ വിട്ടു. അതെൻ്റെ ഓർമ്മയിൽ കെട്ടിക്കിടക്കുന്ന ആദ്യത്തെ ഒരു അനുഭവമാണ് അച്ഛൻ്റെ പ്രാർത്ഥനയിലും സൗഖ്യപ്പെടുത്തുന്നതിലും. പിന്നെ അച്ഛനൊരു പ്രത്യേക സിദ്ധിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 2-2.5 വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് എൻ്റെ അനുഭവം അതാണ്. പാവനാത്മാവേ നീ
റിപ്പൺ ഇടവകയുടെ കീഴിൽപ്പെട്ട പ്രദേശമായിരുന്നു കടൽമാട്. എന്നാൽ വിജയനച്ചന്റെ അക്ഷീണ പരിശ്രമ ഫലമായി കടൽമാട് സ്വതന്ത്ര ഇടവകയായി രൂപപ്പെട്ടു. ഈ പ്രദേശങ്ങൾ തമ്മിൽ ഏതാണ്ട് 8 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. എന്നുവെച്ചാൽ അച്ഛൻ മിക്കപ്പോഴും ഈ ദൂരമത്രയും കാൽനടയായി സഞ്ചരിച്ചിരുന്നു എന്നർത്ഥം. സ്നേഹബഹുമാനപ്പെട്ട വിജയനച്ചൻ മാനന്തവാടി രൂപതയിൽ എന്നല്ല കേരള സഭയിൽ തന്നെ വളരെയേറെ തൻ്റെ കഴിവും പ്രാഗൽഭ്യവും തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രത്യേകിച്ചും തൻ്റെ ശാസ്ത്രീയ സംഗീതത്തിലുള്ള പ്രാഗൽഭ്യം അത് തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ ഉടനീളം വളരെയേറെ ജനഹൃദയങ്ങളെ ആകർഷിക്കുവാനും അതിലൂടെ ജനങ്ങളെ ദൈവോന്മുഖരാക്കാനും അച്ഛൻ്റെ സംഗീതപര്യ കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. 1986 മുതൽ ഏകദേശം 11 വർഷക്കാലത്തോളം അച്ഛനിവിടെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തു. ഈ 11 വർഷത്തെ കാലയളവ് വളരെയേറെ ത്യാഗനിർഭരമായിരുന്നുവെന്ന് പറയുന്നതിൽ ഒരിക്കലും അതിശയോക്തിയില്ല. കാരണം അന്നത്തെ കാലഘട്ടം തന്നെ വളരെയേറെ പ്രത്യേകതകൾ നിറഞ്ഞത് എന്ന് പറഞ്ഞാൽ യാത്രാ സൗകര്യങ്ങളില്ല, ഒരു തരത്തിലുമുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ കടന്നു വരാത്ത ഒരു കാലഘട്ടം. അവിടെ അച്ഛൻ ഈ 11 വർഷക്കാലത്തോളം ഇവിടെ ആയിരുന്നപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു ദേവാലയം പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഇവിടെ സ്ഥാപിച്ചു. സ്നേഹമുള്ള വിജയനച്ചൻ 81 മുതലാണ് ഇവിടെ വികാരി അച്ഛനായിട്ട് വന്നത്. 86 സ്ഥിരം വികാരി അച്ഛനായിട്ട് റിപ്പണിൽ നിന്ന് ഇവിടെ വന്നു. അന്ന് അച്ഛൻ വരുമ്പോൾ ഇവിടെ താമസിക്കാനോ ഒരു പള്ളിമുറിയോ ഒന്നുമില്ലായിരുന്നു. താഴെ ഒരു ഷെഡായിരുന്നു. ഈ കാണുന്ന പള്ളിയില്ല. അപ്പോൾ താഴെ ഒരു ഷെഡായിരുന്നു. അതിൻ്റെ ഒരു ചാർത്തിലാണ് അച്ഛൻ താമസിച്ചു കൊണ്ടിരുന്നത്. കിടക്കാൻ കട്ടിലൊന്നുമില്ല, ഒരു തട്ടിൻ്റെ മുകളിൽ കിടക്കുകയും അതിൻ്റെ അടിയിൽ പുള്ളിയുടെ ഓർഗനും അതുപോലെ വയലിനും ഒക്കെ വെച്ച് ഉള്ള സൗകര്യത്തിൽ ഒരു ബാത്റൂം സൗകര്യം ഒന്നുമില്ലാതെ ഒരു ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം 2-3 കൊല്ലം കൊണ്ട് ഇവിടെ ഒരു പള്ളിമുറി ചെറുതായിട്ട് പണിതു. അതിനുശേഷം 5-8 കൊല്ലം എടുത്തു ഈ മനോഹരമായ ദേവാലയം അച്ഛൻ പഠിപ്പിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ കടൽമാട്ടമ്മ എന്ന നാമധേയം വിജയനച്ഛൻ്റെ വരവോടുകൂടിയാണ് കടൽമാട്ടമ്മ എന്ന നാമത്തിൽ ഈ ഇടവകയുടെ മാതാവ് അറിയപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെ ഒരു ഈശോയൊക്കെട്ടാണ് നല്ല ഷാളും ഒക്കെ പുതച്ച് താടിയും വെച്ച് അച്ഛനെ കണ്ടാൽ അത്രയ്ക്ക് ഇന്നും എല്ലാവർക്കും ബഹുമാനമാണ്. കടൽമാട് വിജയനച്ഛൻ്റെ പള്ളിയിൽ നിന്നാണ് ഇന്ന് മാനന്തവാടി രൂപതയിൽ ഈ ദേവാലയത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കേട്ടിട്ടുള്ളത്. വിജയനച്ഛൻ്റെ പള്ളിയിലാണോ എന്നാണ് ഞങ്ങളോടൊക്കെ ചോദിക്കൽ ആൾക്കാർ. ഈ ദേവാലയത്തിലൊക്കെ അതിൻ്റെ നിർമ്മിതിയിൽ അച്ഛൻ്റെ സംഗീതത്തിൻ്റെ അംശങ്ങൾ ചാലിച്ചു ചേർക്കാൻ അച്ഛൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ദേവാലയത്തിൻ്റെ ഓരോ ഭാഗത്തും സംഗീതത്തിൻ്റെ അംശങ്ങൾ എന്ന് വെച്ചാൽ ഹാർമോണിയത്തിൻ്റെ ഭാഗങ്ങൾ, അതേപോലെ തന്നെ മ്യൂസിക് നൊട്ടേഷൻസ്, ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇടവകയിൽ പ്രത്യേകിച്ചും ഈ സംഗീതത്തിലൂടെ കൂടുതൽ ജനങ്ങളെ ദൈവാനുഭവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ പ്രത്യേകിച്ചും ഇടവകയിൽ നടക്കുന്ന കുടുംബയോഗങ്ങളിൽ യൂണിറ്റ് പ്രെയർ മീറ്റിങ്ങുകളിലൊക്കെ അച്ഛൻ തൻ്റെ മനോഹരമായിട്ടുള്ള ഹാർമോണിയപ്പെട്ടിയുമായിട്ട് പോയി അവിടെ ധാരാളം സമയങ്ങൾ പാട്ടുപാടുകയും ആളുകളുമായിട്ട് ഒത്തൊരുമിച്ച് കൂടുതൽ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സംബന്ധിക്കാനായിട്ടും മറ്റുള്ളവരെ കൂട്ടിച്ചേർക്കാനായിട്ടും ഒക്കെ അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പള്ളി പണിത ശേഷം അച്ഛന്മാർക്ക് താമസിക്കാൻ വേണ്ടി നല്ല മനോഹരമായ ഒരു പള്ളിമുറി അച്ഛൻ സ്ഥാപിച്ചു. ഇതിനേക്കാളുമൊക്കെ ഉപരിയായിട്ട് അച്ഛൻ്റെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് കടൽമാട് പ്രദേശത്തിൻ്റെ ഒരു തരംഗമായിരുന്നു. കടൽമാട് എപ്പോൾ കടന്നു വന്നാലും വിജയൻ അച്ഛൻ എന്ന് പറയുന്ന ഒരു നാമം മാത്രമാണ് നമുക്ക് കേൾക്കാനുള്ളത്. അത്രമാത്രം ജാതി മത ഭേദമന്യേ ഏവരിലേക്കും
അച്ഛൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ അച്ഛൻ കടന്നു ചെല്ലാൻ മറ്റുള്ളവരെയൊക്കെ കൂടുതൽ സ്വാധീനിക്കാൻ അച്ഛൻ്റെ പ്രവർത്തന ശൈലി വളരെയേറെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പുതിയ വിശ്വാസ സമൂഹം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി ഒട്ടേറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അച്ഛനിവിടെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഈ പള്ളി തന്നെയാണ്. തൻ്റെ സംഗീത പ്രേമത്തിൻ്റെ അടയാളങ്ങൾ അച്ഛൻ ഈ പള്ളിയിൽ അങ്ങിങ്ങായി അവശേഷിപ്പിച്ചിട്ടുണ്ട്. Da